പമ്പയാറ്റിൽ ആവേശപൂരം തീർക്കാൻ 52 പള്ളിയോടങ്ങളും തയ്യാർ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അതിഥികളായി പങ്കെടുക്കും. സുജു ടി ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുജു, ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതയാണുള്ളത്. ഒന്ന് തൃശ്ശൂരിലെ പുലികളിയും രണ്ടാമത്തേത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും. ഇപ്പോൾ ഉത്രട്ടാതി വള്ളംകളിയുടെ വിവരങ്ങളുമായിട്ടാണ് സുജു ചേരുന്നത്. നിലവിലെ അവിടുത്തെ വിവരങ്ങൾ എങ്ങനെയാണ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് മലയാളികളെ സംബന്ധിച്ചോളം രണ്ട് സാംസ്കാരിക ആഘോഷങ്ങളാണ്. ഒന്ന് പുലികളി തൃശ്ശൂരെങ്കിൽ ഇവിടെ പത്തനംതിട്ട പമ്പയാറ്റിൽ ഇന്ന് ആറന്മുള വള്ളംകളിയാണ് നടക്കുന്നത്. ഉത്രട്ടാതി വള്ളംകളി വലിയ പ്രാധാന്യം ആചാരപൂർവ്വം ഉള്ള ഒരു വള്ളംകളി കൂടിയാണ് ആറന്മുള വള്ളംകളി. ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് റേസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ചേരുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? എല്ലാം നല്ല രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ജലവിധാനം ഇച്ചിരി കുറവാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രതീക്ഷ ഏകദേശം ഒരു 12 മണിയോടെ കൃത്യമായിട്ട് വള്ളംകളി നടക്കാനുള്ള ജലം ഇവിടെ എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇത്തവണ 52 പള്ളിയോടങ്ങളും ജലഘോഷയാത്രയിൽ 52 പള്ളിയോടങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സര വള്ളംകളിക്ക് 50 പള്ളിയോടങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി മാതൃകയിൽ ആദ്യമായിട്ട് നടത്തുവാണ്. അത് കൃത്യമായിട്ടും ഈ ടൈം ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഷോർട്ട് ടൈമിൽ വരുന്ന വള്ളത്തിനെ നമ്മൾ വിജയമായിട്ട് പറയും. അത് ചിലപ്പോൾ ഒരു ഹീറ്റ്സ് കളിക്കുന്ന വള്ളത്തിൽ തന്നെ 1-2 വരാൻ സാധ്യതയുണ്ട്. നല്ല മത്സരമായിരിക്കും, ആരോഗ്യകരമായ മത്സരമായിരിക്കും. അത് വൃത്തിയും ശുദ്ധിയുമായിട്ട് നടക്കും. ഇപ്രാവശ്യം അങ്ങനൊരു സാഹചര്യം ഉണ്ട്. അത് നടക്കും. ആയിക്കോട്ടെ ഹരിയ, അങ്ങനെ പള്ളിയോടങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മത്സര വള്ളംകളിക്ക് പങ്കെടുക്കേണ്ട പള്ളിയോടങ്ങളെയും കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്രക്കടവിലാണ്. ഇവിടെയാണ് ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ഈ സ്ഥലത്താണ് ഇത്തവണ നെഹ്റു ട്രോഫി മാതൃകയിലാണ് ഇത്തവണ മത്സരം സംഘടിപ്പിക്കുന്നത്. അതായത് സെമി ഫൈനലോ അല്ലെങ്കിൽ സെമി ഫൈനൽ ഉണ്ടാകില്ല. പകരം ആദ്യം എത്തുന്ന വള്ളങ്ങളെ ഫൈനലിലേക്ക് പരിഗണിക്കുകയാണ്. 10 മണിയോടുകൂടി കളക്ടർ പ്രേംകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം 1:30-ക്കാണ് ജലഘോഷയാത്ര നടക്കുക. അതിനുശേഷമാണ് ഈ മത്സര വള്ളംകളി ആരംഭിക്കുക. ഇത്തവണ ഈ 50 പള്ളിയോടങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുക. എ ബാച്ചിൽ 35 വള്ളങ്ങളും ബി ബാച്ചിൽ 17 വള്ളങ്ങളും ആണ് പങ്കെടുക്കുക. വലിപ്പം കൂടിയ പള്ളിയോടങ്ങളാണ് എ ബാച്ചിൽ പങ്കെടുക്കുന്നത്. ആദ്യമായാണ് വേഗം മാനദണ്ഡമാക്കിക്കൊണ്ട് മത്സര വള്ളംകളി നടക്കുന്നത്. പരപ്പുഴ കടവ് മുതൽ കടവ് വരെയാണ് വള്ളംകളി മത്സരം നടക്കുക. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പമ്പയാറിലെ ദൃശ്യങ്ങളാണ്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സർക്കാർ കർശനമായി പാലിക്കുന്നുണ്ട്. 700ഓളം അടുത്തു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വള്ളംകളിക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടി ഉള്ളത്. അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ ഫയർഫോഴ്സിൻ്റെയും വലിയ സംഘമുണ്ട്. റെസ്ക്യൂ ടീം ഉൾപ്പെടെ കൃത്യമായി തന്നെ ഇതിന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആറന്മുളയെ സംബന്ധിച്ചോളം വലിയ ഒരു ഉത്സവം തന്നെയാണ് ആറന്മുള വള്ളംകളി. നമുക്കറിയാം, ഒരു പൈതൃക ഗ്രാമമാണ് ആറന്മുള. അതിലെ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. തിരുവോണ ദിവസം തിരുവോണ തോണി എത്തുന്നത് വലിയ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് അഷ്ടമരോഹിണി വള്ളസദ്യയും വഞ്ചിപ്പാട്ടും എല്ലാം തന്നെ പ്രസിദ്ധമാണ്. ആറന്മുളയുടെ ഈ ഒരു പൈതൃകത്തിൻ്റെ ഇത് തന്നെയാണ്. ഈ പുതിയ തലമുറയുള്ള ആളുകൾ പോലും ഈ ആറന്മുള വള്ളംകളിയിൽ വള്ളത്തിൽ തുഴച്ചിലായി എത്തുന്നത്. നമുക്കറിയാം, മറ്റു വള്ളംകളിയിൽ നിന്ന് വിഭിന്നമാണ് ആറന്മുളയിലെ വള്ളംകളി. അതിനകത്ത് ആറന്മുള ശൈലി തന്നെയുണ്ട്. ഇത് ഈ പള്ളിയോടങ്ങൾക്ക് അതിൽ തുഴയുന്ന രീതി വ്യത്യസ്തമാണ്. അതിൻ്റെ അകത്ത് ആചാരാനുഷ്ഠാനങ്ങൾ കൂടി പാലിച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. അങ്ങനെ വിശ്വാസങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഭാഗമാണ് ഈ മത്സര വള്ളംകളിയും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ പറയുന്നത്, മുമ്പ് തിരുവോണത്തോണിയായി മങ്ങാട്ട് ഭട്ടതിരി എത്തിയപ്പോൾ ആക്രമിക്കാൻ ആളുകളെത്തി. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കരനാഥന്മാർ പള്ളിയോടങ്ങളിലെത്തി രക്ഷപ്പെടുത്തിയെന്നാണ് വിശ്വാസം, അല്ലെങ്കിൽ അത്തരം ഐതിഹ്യം. അതിനെ തുടർന്നാണ് പിന്നീട് ഈ തിരുവോണത്തോണിക്ക് പിന്നാലെ ജലഘോഷയാത്ര നടത്തിയിരുന്നത്. 1972 എത്തുമ്പോഴാണ് ഇത് പിന്നീട് മത്സര വള്ളംകളിയായി രൂപാന്തരപ്പെടുന്നത്. അങ്ങനെ തിരുവോണത്തോണിയുമായിട്ടൊക്കെ തന്നെ ബന്ധമുള്ള വിശ്വാസപരമായുള്ള ഒരു ജലഘോഷയാത്രയും ഇന്ന് അതേപോലെ തന്നെ മത്സര വള്ളംകളിയുമാണ് അരങ്ങേറുന്നത്. എന്തായാലും ആര്യ ആദ്യം സൂചിപ്പിച്ച മലയാളികളെ സംബന്ധിച്ചോളം ഇന്ന് ദൃശ്യവിരുന്നിൻ്റെ ഒരു ദിവസം കൂടിയാണ്. തൃശ്ശൂരിൻ്റെ പുലിക്കളിയും അതിനൊപ്പം തന്നെ ആറന്മുളയിൽ നിന്നുള്ള വള്ളംകളിയും. ഇപ്പോൾ എടശ്ശേരി മല കിഴക്ക് പള്ളിയോടത്തിൻ്റെ പ്രവർത്തകർ ആ പള്ളിയോടം ആറ്റിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ്
ജലഘോഷയാത്രയ്ക്ക് മുമ്പ് ഇത് അതിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ ക്രമീകരണങ്ങൾ നടക്കുന്നത്. ആര്യ, ശരി, എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. 1:30-ഓടെ മത്സര വള്ളംകളി ആരംഭിക്കുമെന്നാണ് സുജു ടി ബാബു നൽകുന്ന വിവരങ്ങൾ.